ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ ചെയ്ത കുറച്ച് വർക്ക്സിനെ പറ്റി സംസാരിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് ബ്രൈഡ് നമ്പർ 1. ഈ ബ്രൈഡിൻ്റെ കോസ്റ്റ്യൂം തന്നെ വളരെ സ്പെഷ്യലാണ്. ഒരു ഇംഗ്ലീഷ് സ്റ്റൈലിലാണ് ഈ ഒരു ബ്രൈഡൽ വർക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഹെയർ സ്റ്റൈൽ ആണെങ്കിലും കുറച്ച് ലൂസ് കേൾസ് ഫ്രണ്ടിൽ വരുന്ന രീതിയിൽ, അതുപോലെ സ്കിൻ ഫിനിഷ് ഗ്ലോസി മേക്കപ്പാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, ആ സ്കിന്ന് ഭയങ്കര ഒരു ഗ്ലാസ് ഫിനിഷ് ടൈപ്പാണ്. ചെറിയായിട്ടൊരു ഗ്ലോ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു മേക്കപ്പാണ് നമ്മൾ ഇന്ന് ഈ ഒരു ബ്രൈഡിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡ്രസ്സ് കണ്ടാൽ അറിയാം, ഒരു ഇംഗ്ലീഷ് ടച്ച് വരുന്നുണ്ട് കേട്ടോ. അടുത്തൊരു മേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ HD മേക്കപ്പാണ് ഈ ഒരു ബ്രൈഡിന് കൊടുത്തിരിക്കുന്നത്. HD പ്ലസ് എയർ ബ്രഷും ഉണ്ട്. അപ്പോൾ ഈ ഒരു മേക്കപ്പ് വന്നിട്ട് ഈ ഒരു കുട്ടിയുടെ സ്കിൻ കുറച്ച് ഡ്രൈ ആയിരുന്നു. അതെല്ലാം നമ്മൾ പെർഫെക്റ്റ് ആക്കി ഒരു ഗ്ലോ വരുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു മേക്കപ്പ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ക്രൗണാണ് വച്ചിരിക്കുന്നത്. പിന്നെ ലൂസ് കേൾസാണ് ഹെയർ സ്റ്റൈൽ വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഐ മേക്കപ്പ് വളരെ സ്പെഷ്യലാണ്. കട്ട് ക്രീസ് ഐ ഷാഡോ ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ കണ്ണിൻ്റെ ഔട്ടർ കോർണറിൽ ഒരു സ്മോക്കി ടൈപ്പ് വരുന്ന രീതിയിലാണ് നമ്മൾ ഐ ഷാഡോ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് അടുത്ത ബ്രൈഡ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഹെയറിലാണെങ്കിലും കളേർഡ് എക്സ്റ്റൻഷനാണ് ഫില്ല് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. സോ ഹെയറിന് നല്ലൊരു കളേർഡ് ലുക്ക് കിട്ടും. ഈ കുട്ടിയുടെ ഹെയർ ഓൾറെഡി കെമിക്കലി ട്രീറ്റഡ് ആയിരുന്നു. അപ്പോൾ ഈ പക്ക സ്ട്രെയിറ്റ് ലുക്ക് ആയിരുന്നു കേട്ടോ. അത് നമ്മൾ കേൾസ് കൊടുത്ത് ഈ ഹെയർ എക്സ്റ്റൻഷനായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്ത ബ്രൈഡ് വന്നിട്ട്, അടുത്ത ബ്രൈഡ് സ്നേഹയാണ്. അപ്പോൾ സ്നേഹയ്ക്ക് നമുക്ക് എന്ത് സ്റ്റൈലാണ് കൊടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സ്നേഹയ്ക്ക് ഒരു സാരി ലുക്കാണ് പറഞ്ഞിരിക്കുന്നത്. പ്ലസ് HD മേക്കപ്പാണ്. സ്കിൻ ടോണൊക്കെ ഒന്ന് ഈവനാക്കി ലൈറ്റായിട്ട് സ്മോക്കി വരുന്ന രീതിയിൽ ഐ മേക്കപ്പൊക്കെ ചെയ്ത് ഫ്രണ്ടിൽ 2 കേൾസ് കൊടുത്ത് അങ്ങനെ ഒരു സ്റ്റൈലാണ് സ്നേഹ ഓൾറെഡി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്നേഹയുടെ കംപ്ലീറ്റ് ലുക്ക് ഇതാണ്, സാരി ലുക്കാണ്. അതുപോലെ തന്നെ ബാക്കിൽ നമ്മൾ ഒരു റോസ് പെറ്റൽസ് ആ ഒരു ടൈപ്പ് ഹെയർ സ്റ്റൈലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അടുത്തത് വന്നിട്ട് ക്ലാരിസ് ആണ്. ക്ലാരിസിൻ്റെ സ്കിൻ ടോണൊക്കെ നമ്മളൊന്ന് ഈവനാക്കി, അതുപോലെ നല്ല അത്യാവശ്യം ഹെയർ ഉള്ള കുട്ടിയാണ്. അപ്പോൾ ഹെയർ സ്റ്റൈലൊക്കെ ജസ്റ്റ് ഫ്രണ്ട് ഹെയർ സ്റ്റൈലൊക്കെ ഒരു വെറൈറ്റി കൊടുത്ത് അങ്ങനെ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ക്ലാരിസിൻ്റെ കംപ്ലീറ്റ് ലുക്ക് വരുന്നത്. നമ്മൾ ഹെയർ ആക്സസറി കുറച്ച് ഫ്രണ്ടിലേക്ക് കയറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റൈല് ക്ലാരിസിന് വളരെ ഇഷ്ടപ്പെട്ടു. ക്ലാരിസിന് നന്നായി ചേരുന്നുമുണ്ട്. കുറച്ച് ലെങ്ത്തിലുള്ള എക്സ്റ്റൻഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് കിച്ചാമണിയുടെ ഫേസിൽ നമ്മൾ മേക്കപ്പ് ചെയ്തിരിക്കുന്നതാണ്. ഫസ്റ്റ് ഐ മേക്കപ്പ് ചെയ്തു. കിച്ചാമണിയുടെ ഫേസ് അവിടെ ഇവിടെയും കുറേ സ്പോട്ട്സ് ഉണ്ട്. അതെല്ലാം നമ്മൾ ഈവനാക്കി ഉള്ളൊരു മേക്കപ്പാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ HD പ്ലസ് എയർ ബ്രഷും കൂടെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ആ ഒരു സ്കിൻ ടോൺ തന്നെ ഈവനായി, ആ ഒരു പാടുകളെല്ലാം ഹൈഡായി, സ്കിന്നിന് നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കിച്ചാമണിക്ക് എന്തുകൊണ്ട് ഈ ഒരു മേക്കപ്പ് നല്ല ആപ്റ്റായിട്ട് നല്ലതായിട്ട് പോകുന്നുണ്ട്. അത് നല്ല രസമായിട്ട്, കിച്ചാമണിയുടെ ഫേസ് നല്ല യങ് സ്കിന്നാണല്ലോ. അപ്പോൾ നല്ല രസമായിട്ട് അത് വന്നിട്ടുണ്ട്. നല്ലൊരു ഗ്ലാസ് ഗ്ലോ പോലെ ഒരു ഫിനിഷിങ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കിച്ചാമണി ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ എങ്ങനെയുണ്ട്, എല്ലാവർക്കും ഇഷ്ടമായോ കിച്ചാമണിയുടെ മേക്കപ്പ്? എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഇങ്ങനെ ഒരു ഔട്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. കിച്ചാമണിയുടെ ഫേസിൽ ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത ബ്രൈഡിന് നമ്മൾ ഒരു എൻഗേജ്മെൻറ്റ് ലുക്കാണ് കൊടുക്കുന്നത്. ഈ ബ്രൈഡിന് ഹെയർ കുറച്ച് ലെങ്ത്ത് കുറവാണ്. സോ നമ്മൾ എക്സ്റ്റൻഷനൊക്കെ വച്ചിട്ട് വേണം ബാക്കിൽ നമ്മൾ ആ ഒരു ബാക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഹെയർ പ്രിപ്പ് ചെയ്യുന്ന ഒരു ഭാഗമാണ് കാണുന്നത്. നമ്മൾ ബാക്കിൽ എക്സ്റ്റൻഷൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹെയർ ഓൾമോസ്റ്റ് നമ്മൾ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ലോ ബണ്ണാണ് നമ്മൾ ബാക്കിൽ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ലോ ബണ്ണൊക്കെ ചെയ്തു, നല്ല ഡ്രസ്സിന് ആപ്റ്റായിട്ടുള്ളൊരു ഹെയർ ആക്സസറിയും വെച്ചു. ഇത് കംപ്ലീറ്റ് ലുക്ക് ഇതാണ് കേട്ടോ. അപ്പോൾ ഈ കുട്ടിയുടെ എൻഗേജ്മെൻറ്റ് ലുക്ക് ഇതാണ്. അടുത്തത് വെഡ്ഡിങ് ലുക്ക് നമ്മൾ ഇതുപോലെയല്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഐ മേക്കപ്പ് ആണെങ്കിലും ഒരു സ്മോക്കി ടൈപ്പാണ് നമ്മൾ ഐ മേക്കപ്പ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ മുഖത്ത് അതുപോലെ ഹെവി ആയിട്ടുള്ള മേക്കപ്പും ഇല്ല. സ്കിന്നൊക്കെ ഒന്ന് ഈവനാക്കി, ഓൾറെഡി ആൾ നല്ല ഫെയർ ആണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് സ്കിന്നൊക്കെ ഒന്ന് ചെറിയൊരു ഗ്ലോ വരുന്ന രീതിയിലുള്ള മേക്കപ്പ് കൊടുക്കേണ്ട ആവശ്യമുള്ളത് കേട്ടോ. സൺലൈറ്റിൽ ഇറങ്ങുമ്പോൾ ആ ഒരു മേക്കപ്പിൻ്റെ ഗ്ലോ എന്താണെന്ന് കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഇതാണ് ആ ഒരു മേക്കപ്പിൻ്റെ കംപ്ലീറ്റ് ലുക്ക്. ഇനി അടുത്ത് വന്നിട്ട് നമുക്കൊരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത വർക്കാണ്. HD മേക്കപ്പാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ആളുടെ ഫേസ് നല്ല ഫെയർ ആയിട്ടുള്ള സ്കിന്നാണ്. സോ നമ്മൾ അധികം ഒരു ലെയറിങ്ങും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ഒരു സ്കിൻ ടോൺ ഒന്ന് എൻഹാൻസ് ചെയ്താൽ മാത്രം മതി.
ഫസ്റ്റ് നമ്മൾ ഐ മേക്കപ്പാണ് ചെയ്യുന്നത്. അതിന് ശേഷമാണ് ഐ മേക്കപ്പ് ആണെങ്കിലും വളരെ ഹെവി ആയിട്ടൊന്നുമില്ല. ലൈറ്റ് ബ്രൗൺ ആൻഡ് ആ ഒരു ടോപ്പിൻ്റെ നിറം കണ്ടോ, ഒരു ലൈറ്റ് പിങ്ക്, ബേബി പിങ്ക് കളറും അതുപോലെ സിൽവർ കളറും അങ്ങനത്തെ ഒരു ഐ മേക്കപ്പാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. പിന്നെ സ്കിൻ ടോണൊക്കെ ഒന്ന് ഈവനാക്കി, നെക്കും ഫേസും എല്ലാം ഒന്ന് ഈവനാക്കി നമ്മൾ പൗഡർ സെറ്റിംഗ് ചെയ്ത് കണ്ണിന് മുകളിലൊന്ന് നന്നായിട്ട് ഐലൈനർ ഡ്രോ ചെയ്ത് കൊടുത്ത് ഐബ്രോസൊക്കെ ഒന്ന് ഡിഫൈൻ ചെയ്ത് അങ്ങനെ ഒരു മേക്കപ്പാണ് നമ്മൾ ഈ കുട്ടിക്ക് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു മെസ്സി ഹെയർ സ്റ്റൈലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഹൈലൈറ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് അത് വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മൾ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് ഷെയ്ഡ് ആൾക്ക് ചേരുമോ എന്നുള്ളത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ മേക്ക് ഓവേഴ്സ് കൊടുക്കുമ്പോൾ. അപ്പോൾ ഇതാണ് ആളുടെ ഒരു കംപ്ലീറ്റ് ലുക്ക് വരുന്നത് കേട്ടോ. അപ്പം ഇതെൻ്റെ ഫോൺ ക്യാമറയിൽ പിടിച്ചതാണ്. അടുത്ത നമ്മൾ റിയൽ ക്യാമിൽ എടുത്ത വീഡിയോസ് വരുമ്പോൾ നമുക്ക് ശരിക്കും അടിപൊളിയാണ് കേട്ടോ. എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഇത് കണ്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഔട്ട് വരുന്നത്.